മനുഷ്യർ സ്നേഹത്തോടും സമാധാനത്തോടും കൂടി ജീവിച്ചു പോരുവാനുള്ള വഴിയെന്ത് എന്ന ആലോചന വളരെ പ്രധാനമാണ്. അങ്ങനെ ഒരു ആലോചന ഇല്ലെങ്കിൽ മനുഷ്യർ തമ്മിൽ മത്സരിക്കുക മാത്രമാണ് ഉണ്ടാവുക. ആ മത്സരത്തിൽ കിട്ടിയവന് കിട്ടും, നഷ്ടപ്പെട്ടവന് നഷ്ടപ്പെടും. അവിടെ പിന്നെ സ്നേഹം, ബഹുമാനം, ആർദ്രത തുടങ്ങിയ വിഷയങ്ങളൊന്നും നിലനിൽക്കില്ല. മാതാപിതാക്കളും മക്കളും തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ, ജ്യേഷ്ഠനും അനുജനും തമ്മിൽ, അതുപോലെ അയൽവാസിയും തമ്മിൽ, ഒരു നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ഒക്കെ തന്നെ ഉണ്ടാകേണ്ടതായ കുറെ മൂല്യങ്ങളുണ്ടല്ലോ, കാത്തു സൂക്ഷിക്കേണ്ട മൂല്യങ്ങൾ. അതൊന്നുമില്ലാതെ എനിക്ക് സമ്പാദിക്കണം, എനിക്ക് സുഖിക്കണം, എനിക്ക് വളരണം, എന്റെ ആനന്ദം, ഇങ്ങനെയാണ് ആളുകളുടെ ജീവിതം ഉണ്ടാകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് വേണ്ടി, മനുഷ്യരുടെ സമാധാനപരമായ ജീവിതത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്ന് ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കലഹങ്ങൾക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. രാഷ്ട്രീയം ഒരു കാരണമാണ്, സാമ്പത്തികം മറ്റൊരു കാരണമാണ്, മതവും ജാതിയുമൊക്കെ ഇതിന്റെ കാരണങ്ങളാണ്. ഒരു മതത്തിന്റെ മൂല്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് മതങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ എങ്ങനെ ഇല്ലാതെയാക്കാം, മതവിശ്വാസികൾ പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും മുന്നോട്ടു പോകാൻ എന്തെല്ലാം ചെയ്യേണ്ടതുണ്ട്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. മതങ്ങൾ തമ്മിൽ യോജിക്കാവുന്ന ഒട്ടേറെ രംഗങ്ങളുണ്ട്. മതവിശ്വാസങ്ങളിൽ യോജിപ്പില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. പക്ഷേ യോജിപ്പിന്റെ മേഖലകളാണ് അധികമുള്ളത് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുകയും ആ യോജിച്ച മേഖലകളെ നമ്മൾ പരസ്പരം അംഗീകരിച്ചുകൊണ്ട് ഒന്നിച്ചു മുന്നോട്ടു പോവുകയും ചെയ്താൽ ഓരോരുത്തരും വ്യത്യസ്ത മതങ്ങളും വിശ്വാസങ്ങളും ഒക്കെ പുലർത്തിക്കൊണ്ട് തന്നെ പരസ്പരം അറിയുവാനും മനസ്സിലാക്കുവാനുമുള്ള സാഹചര്യങ്ങൾ വളർത്തിയെടുത്ത് സ്നേഹവും സൗഹാർദ്ദവും ബഹുമാനവും ഇഷ്ടവും സഹിഷ്ണുതയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് സഹോദരങ്ങളായി ജീവിക്കുവാൻ അവർക്ക് സാധിക്കും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ബുദ്ധമതക്കാരുണ്ട്, പല വിശ്വാസികളുമുണ്ട്, മതത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളുമുണ്ട്. ഇവരൊക്കെ ഒരു നാട്ടുകാർ, ഒരു രാഷ്ട്രത്തിലെ പൗരന്മാർ, അയൽപ്പക്കങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഉള്ള ഒരു വിദ്യാഭ്യാസം അവർ നേടിയെടുക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടാകണം, ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ അജണ്ട നിശ്ചയിച്ച് പ്രവർത്തിക്കണം, ഈ കാര്യങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. മൂല്യങ്ങൾ വളരെ പ്രധാനമാണ്. മൂല്യവത്തായ ഒരു ജീവിതം, ധർമ്മനിഷ്ഠയുള്ള ജീവിതം. ഈ മൂല്യവും ധർമ്മനിഷ്ഠയും എവിടെ നിന്ന് കിട്ടും? യാതൊരു സംശയവുമില്ല. അത് നൽകാൻ ശാസ്ത്രത്തിന് കഴിയില്ല, ഭൗതിക നിയമങ്ങൾക്ക് കഴിയില്ല, അത്തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾക്കും കഴിയില്ല. അപ്പം മാതാവിനെയും പിതാവിനെയും മക്കൾ ബഹുമാനിക്കണം. അതിന് ഭൗതിക ശാസ്ത്രപരമായി ഒരു തെളിവ് നൽകാൻ പറ്റുമോ? വ്യഭിചാരം നിഷിദ്ധമാണ്. വിവാഹത്തിലൂടെയുള്ള ലൈംഗിക ബന്ധം പുണ്യകർമ്മമാണ്, നല്ലതാണ്. ഇത് തമ്മിൽ ശാസ്ത്രീയമായി എവിടെയാണ് ഒന്ന് നല്ലതും ഒന്ന് തിന്മയും ചീത്തയുമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക? അതിന്റെ അനുഭൂതിയൊക്കെ ഒന്ന് തന്നെയാണ്, ആസ്വാദനങ്ങളും ഒന്നാണ്. പക്ഷെ ഒന്ന് നന്മയാണ്, ഒന്ന് തിന്മയാണ്. അത് മനസ്സിലാക്കാനുള്ള മൂല്യം അത് ദൈവികമായ നിയമങ്ങളാണ്. ദൈവത്തിന്റെ നിയമങ്ങളാണ് നിലനിൽക്കുക. മനുഷ്യർക്ക് എക്കാലത്തെയും മനുഷ്യർക്ക് നിയമങ്ങൾ ആവശ്യമായതുകൊണ്ടാണ് വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ ധർമ്മോപദേശം ചെയ്യാൻ വേണ്ടി പടച്ചവൻ പ്രവാചകന്മാരെ തെരഞ്ഞെടുത്തിട്ടുള്ളത്, അല്ലാഹു അംബിയ മുർസലിങ്ങളെ അയച്ചിട്ടുള്ളത്. ആ പ്രവാചകന്മാർ വന്ന് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഉപദേശം അത് ഏത് പ്രവാചകനാണെങ്കിലും അതിന്റെ അടിസ്ഥാന ആദർശം ഒന്ന് തന്നെയാണ്. ലോകത്തൊരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, വിവിധ കാലഘട്ടങ്ങളിലായിട്ട് ഉപദേശികൾ വന്നു. മഹാന്മാരായ മതപ്രവാചകന്മാർ, പ്രചാരകന്മാർ ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ 25 പ്രവാചകന്മാരുണ്ട്. പേര് പറഞ്ഞിട്ടില്ലാത്ത പ്രവാചകന്മാരുമുണ്ട് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അസ്ഹാബുൽ കഹ്ഫിന്റെയും അതുപോലെ സൂറത്ത് യാസീനിൽ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെയും അതുപോലെ ദുൽഖർനൈനിന്റെയും മറ്റും കഥകൾ, ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ കഥകൾ, ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട്. 1,00,000-ലധികം പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്ന് ചില ഹദീസുകളിലുണ്ട്. ഈ പ്രവാചകന്മാരൊക്കെ എന്തു പറഞ്ഞു, എന്തു പഠിപ്പിച്ചു? ഇതാണ് നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. പൊതുവെ മതങ്ങൾ രണ്ടു തരമാണ്. ഒന്ന് സെമിറ്റിക് മതങ്ങൾ, മധ്യ പൗരസ്ത്യ ദേശത്താണ് അത് വളർന്നിട്ടുള്ളത്.
ഇപ്പം ജൂതമതവും ക്രിസ്തുമതവും ഇസ്ലാം മതവും ഒക്കെ ആ ഒരു ഭൂപ്രദേശത്ത് നിന്നാണ് വളർന്നു വന്നത്. ഇന്ത്യൻ മതങ്ങൾ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഭാരതീയ തത്വസംഹിതകളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഹിന്ദുമതവും ബുദ്ധമതവും ജൈനമതവും അതുപോലെ പിന്നീട് സിഖ് മതവും ഒക്കെ തന്നെ അതിന്റെ ഇന്ത്യൻ പതിപ്പുകളാണ്. അപ്പൊ ഈ രണ്ട് പ്രദേശങ്ങൾ ഒരു കാലഘട്ടത്തിലെ ജനവാസമുള്ള സംസ്കാരങ്ങളുടെ ഈറ്റില്ലങ്ങൾ എന്നറിയപ്പെടുന്ന പ്രദേശങ്ങളാണ്. ഇത് രണ്ടിനും രണ്ട് തരത്തിലുള്ള ആരാധനാ രീതികളും സങ്കല്പങ്ങളും ഒക്കെ ഉണ്ട് താനും. എന്നാലും ക്രിസ്തുമതമായാലും ഹിന്ദുമതമായാലും ബുദ്ധമതമായാലും ജൂതമതമായാലും ഇസ്ലാം മതമായാലും ഏത് മതമായാലും സിഖ് മതമായാലും ഒക്കെ തന്നെയും ഈ മതങ്ങൾക്കിടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ചില ഏകതകളുണ്ട്, അല്ലെങ്കിൽ ചില യോജിപ്പുകളുണ്ട്. ആ യോജിപ്പുകൾ എന്ത് എന്ന് നമ്മൾ അന്വേഷിച്ചറിയണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ മതങ്ങളും അംഗീകരിക്കുന്ന തത്വങ്ങളിൽ ഒന്ന് ഏകമാനവതയാണ്. ഈ ലോകത്തെ മനുഷ്യരെല്ലാം ഒരു മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ്. പുറകോട്ട് കൂട്ടി നോക്കിയാൽ എല്ലാ മനുഷ്യരുടെയും ആദ്യം ഒരു പിതാവിലെത്തും, ആദ്യം ഒരു മാതാവിലെത്തും. ഖുർആനിൽ ആദം എന്ന് പറഞ്ഞത്, ബൈബിളിൽ ആദാം എന്ന് പറഞ്ഞത് ആദ്യത്തെ മനുഷ്യനാണ് അലൈഹിസ്സലാം. ആ ആദ്യ പിതാവായ ആദം അലൈഹിസ്സലാമിന്റെ കൂടെ സഹധർമ്മിണിയായി അള്ളാഹു സൃഷ്ടിച്ചു നൽകിയതാണ് ഹവ്വ. ഈ ആദമും ഹവ്വയുമാണ് ലോകത്തിന്റെ ആദ്യത്തെ പിതാവും മാതാവും. ഇത് അംഗീകരിക്കുക എന്നത് ഏകമാനവതയുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. അപ്പൊ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരു മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ് എന്നത്, എല്ലാവരും ഏകോദര സഹോദരങ്ങളായി കഴിയേണ്ടതാണ് എന്നത് എല്ലാ മതത്തിന്റെയും അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കുന്ന കാര്യമാണ്. വസുദൈവ കുടുംബകം എന്ന ഭാരതീയ സങ്കല്പം ഈ ഭൂമിയിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും ഒരു കുടുംബമാണ് എന്ന മനോഹരമായ ഒരാശയത്തെയാണ് പ്രഘോഷണം ചെയ്യുന്നത്. പിന്നീട് നമുക്ക് കാണാൻ കഴിയും ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരു മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ്. അതുപോലെ തന്നെ ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരും മനുഷ്യരല്ലാത്ത സൃഷ്ടിജാലങ്ങളുമൊക്കെ ഒരു ദൈവത്തിന്റെ സൃഷ്ടികളാണ്. ലോകത്ത് ഒരു ദൈവമാണുള്ളത്, ഒരു ദൈവമാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്. ഈ പ്രപഞ്ചം മുഴുവനും ആ ദൈവത്തിന്റെ അധികാരത്തിലുള്ളതുമാണ്. ദൈവം ഒരുവനാണ്. ഈശ്വരൻ എന്ന്, അള്ളാഹു എന്ന്, ദൈവമെന്ന്, ഹുദാ എന്ന്, ഗോഡ് എന്ന് ഏത് വാക്കിൽ പറഞ്ഞാലും സർവശക്തനും സർവജ്ഞനുമായ സർവലോക പരിപാലകനായ ഉറങ്ങാത്ത മയങ്ങാത്ത ജനിക്കാത്ത മരിക്കാത്ത അങ്ങനെയുള്ള ഒരു ദൈവം, ആ ദൈവം ഏകനാകുന്നു എന്നതിൽ തർക്കമില്ല. തർക്കമില്ല എന്ന് മാത്രമല്ല, ദൈവം ഏകനാകുന്നു എന്ന് മതഗ്രന്ഥങ്ങൾ പറയുന്നു. അത് ഭഗവത്ഗീതയിൽ പറയുന്നു, പുരാണങ്ങളിൽ പറയുന്നു, ഉപനിഷത്തുകളിൽ പറയുന്നു, ഭാരതീയ തത്വ സംഹിതകളിലെല്ലാം പറയുന്നു. ഏകേശ്വരവാദം, സർവലോക മഹേശ്വരം, ഓം തുടങ്ങിയതൊക്കെ തന്നെ ആ ഏക ദൈവത്തെ കുറിക്കുന്നു. ദൈവത്തിന് സമാനമായി ആരുമില്ല, ദൈവത്തെ പോലെ കാണുന്നവരില്ല, ദൈവത്തെ പോലെ കേൾക്കുന്നവരില്ല, ദൈവത്തെ പോലെ എന്നെന്നുമുള്ളവനായ ആരുമില്ല എന്നത് അവിതർക്കിതമായ ഒരു കാര്യമാണ്. ബൈബിളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ ദൈവം ഏകനായ ദൈവമാകുന്നു എന്ന്, ആ ദൈവത്തിന്റെ മുമ്പിൽ മാത്രമാണ് നമസ്കരിക്കേണ്ടതെന്ന്, ആ ദൈവം എല്ലാവരുടെയും ദൈവമായി പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ വളരെ കൃത്യമായി ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാകുന്നു എന്ന്, അവന് യാതൊരാളുടെയും ആശ്രയം ആവശ്യമില്ല എന്ന്, എല്ലാവരും ആ ദൈവത്തെ ആശ്രയിച്ചു കഴിയുന്നു എന്ന്, ആ ദൈവത്തിന് തുല്യരായി ആരുമില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏകമാനവതയെപ്പോലെ തന്നെ ഈ ലോകത്തെ മനുഷ്യരെ ഐക്യപ്പെടുത്താൻ കഴിയുന്ന മറ്റൊരു വിശ്വാസമാണ് ഏകദൈവ വിശ്വാസമെന്ന് നമ്മൾ അറിയണം. ഏകദൈവ വിശ്വാസം ഉൾക്കൊള്ളുന്നതാണ് ഈ മതങ്ങളൊക്കെ, അതിൽ തർക്കമില്ലാത്ത സംഗതിയാണ്. ദൈവത്തെ എങ്ങനെ സമീപിക്കണം എന്ന കാര്യത്തിൽ ചില കാലങ്ങളിൽ പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള വ്യാഖ്യാനങ്ങളും സാധാരണ ജനങ്ങൾ സ്വീകരിച്ചു പോന്നിട്ടുള്ള ചില കർമ്മങ്ങളുമൊക്കെ അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി എന്നതൊഴിച്ചാൽ ദൈവത്തിനാണ് സമ്പൂർണമായ സമർപ്പണം കാണിക്കേണ്ടത് എന്നത് എല്ലാവർക്കും അംഗീകരിക്കാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ മനുഷ്യർക്ക് ധർമ്മോപദേശം നൽകുവാൻ
മനുഷ്യരെ നീതിയിലേക്ക് തിരിച്ചുകൊണ്ടുവരുവാൻ, അധർമ്മത്തെ ഇല്ലാതെയാക്കിയിട്ട് ധർമ്മത്തെ സംസ്ഥാപിക്കുവാൻ വിവിധ കാലങ്ങളിൽ ദൈവം മനുഷ്യരെ തിരഞ്ഞെടുക്കുന്നു എന്ന വിശ്വാസം എല്ലാ മതത്തിലുമുണ്ട്. ഹിന്ദു മതഗ്രന്ഥങ്ങളിൽ അതിന് ഏതാണ്ട് ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് അവതാര സങ്കല്പം. എല്ലാ കാലഘട്ടങ്ങളിലും അവതരിക്കും. അധർമ്മത്തെ ഇല്ലാതെയാക്കാൻ, ധർമ്മത്തെ സംസ്ഥാപിക്കാൻ സംഭവാമി യുഗേ യുഗേ എന്ന് പറയുന്നത് ഏതാണ്ട് ഈ പ്രവാചകത്വ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിശ്വാസമാണ്. ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം ബൈബിളിൽ പറയുന്നു. ആ പ്രവാചകന്മാരൊക്കെ അള്ളാഹുവിങ്കൽ അല്ലെങ്കിൽ ദൈവത്തിങ്കൽ കർത്താവിന്റെ അടുത്ത് ഏറ്റവും സ്ഥാനമുള്ളവരാകുന്നു എന്ന് പറയുന്നുണ്ട്. യേശുവിന്റെ ഉപദേശങ്ങളിൽ മുൻ പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. പഴയ നിയമങ്ങൾ മാറ്റുവാനല്ല, അത് നിവർത്തിപ്പാനാണ് വന്നത് യേശു എന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, മതഗ്രന്ഥങ്ങളിലെ അടിസ്ഥാന വിശ്വാസങ്ങളെ എല്ലാവർക്കും ഒരുപോലെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നതാണ്. മതഗ്രന്ഥങ്ങൾ തമ്മിൽ തർക്കമില്ല. പൂർവകാലത്ത് അവതരിച്ചിട്ടുള്ള മതഗ്രന്ഥങ്ങളുടെ ആദർശങ്ങളുടെ പുനഃപ്രഖ്യാപനമാണ് പിന്നെ വന്നിട്ടുള്ള മതഗ്രന്ഥങ്ങൾ ആവർത്തിച്ചു പറയുന്നത്. അതുകൊണ്ട് തന്നെ മതഗ്രന്ഥങ്ങളിൽ ഏറ്റവും അവസാനം ലഭിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആൻ, അത് മുൻ ഗ്രന്ഥങ്ങളായ ഇഞ്ചീലിന്റെയും തൗറാത്തിന്റെയും സബൂറിന്റെയും അതുപോലെ നമുക്കറിയാത്ത മറ്റ് മതഗ്രന്ഥങ്ങളുടെയും പ്രവാചകന്മാരുടെ ഉപദേശങ്ങളുടെയും അവരുടെ ഉപദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഏടുകളുടെയും ഒക്കെ സന്ദേശത്തിന്റെ പുനഃപ്രഖ്യാപനമാണ് ഖുർആൻ നടത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഈ ലോകത്തുള്ള മനുഷ്യർ മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രവാചകന്മാരുടെയും പേരിൽ കലഹിക്കേണ്ടതില്ല എന്ന് നാം മനസ്സിലാക്കണം. കലഹിക്കേണ്ടതില്ല. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി, പ്രവാചകന്മാർക്കിടയിൽ നാം വേർതിരിവ് കാണിക്കുന്നില്ല. യേശുക്രിസ്തുവിന്റെ പേര് കേൾക്കുമ്പോൾ, ഈസാ നബിയുടെ പേര് കേൾക്കുമ്പോൾ മുസ്ലിമീങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അലൈഹിസ്സലാം. ഈ പ്രാർത്ഥന മഹാനായ ഒരു പ്രവാചകനോടുള്ള ബഹുമാനവും സ്നേഹവും കൊണ്ടാണ്. പ്രവാചകന്മാർ തമ്മിൽ കലഹിക്കാനല്ല, പ്രവാചകന്മാരുടെ അനുയായികൾ തമ്മിൽ കലഹിക്കാനല്ല, മറിച്ച് പരസ്പരം അറിഞ്ഞും ഇഷ്ടപ്പെട്ടും ബഹുമാനിച്ചും സാഹോദര്യത്തോടുകൂടി ജീവിക്കുവാനാണ് നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഇതിൽ നിന്നും നാം അറിയേണ്ടതാണ്.